ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽഫായിസീന ബിറല്ലാഹി മാ ബഅദ്. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണങ്ങൾ അതിൻ്റെ 4-ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞത് അഅലമു സൂറത്ത് മിനൽ ഖുർആനി, ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്നാണ്. ഈ മഹത്വം കൊണ്ടുദ്ദേശിക്കുന്നത് ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ മഹത്വമാണ് അറിയിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മറ്റു സൂറത്തുകൾ, ശുദ്ധമായ ഖുർആനിൽ വേറെയും കുറെ സൂറത്തുകൾ സൂറത്തുൽ ഫാത്തിഹയേക്കാൾ ദൈർഘ്യമേറിയ സൂറത്തുകൾ ഉണ്ട്. എന്നാലും പാരായണം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ മഹത്വം അത് ഏറ്റവും കൂടുതൽ ഫാത്തിഹ സൂറത്തിനുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ പ്രകാശമായിട്ടാണ് നമ്മോട് പരിചയപ്പെടുത്തിയത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് തങ്ങളെ പറയുകയാണ്, ബൈനമാ ജിബ്രീൽ അലൈഹിസ്സലാം ഖായിദൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കുന്ന സമയത്ത് സമിയ നഖീദൻ മിൻ ഫൗഖിഹി, മേൽഭാഗത്ത് നിന്ന് ശബ്ദം കേട്ടു. ഫറഫഅ റഅസഹു, തല മേൽപോട്ട് ഉയർത്തി. ഖാല, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ ബാബും മിനസ് സമാ, ഈ ശബ്ദം കേട്ടത് ഒരു കവാടത്തിന്റെ, ഒരു വാതിലിന്റെ ശബ്ദമാണ്, വാതിൽ തുറക്കുന്ന ശബ്ദമാണ്. ഫുത്തിഹൽ യൗം, ഈ ദിവസമാണ് ആ വാതിൽ തുറക്കപ്പെട്ടത്. ലം യുഫ്തഹ് ഖത്തുൻ ഇല്ലൽ യൗം, ഈ ദിവസമല്ലാതെ ഇതിനു മുമ്പ് ഒരിക്കലും തന്നെ ആ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ല. ഫനസല മിന്നു മലക്കുൻ, എന്നിട്ട് ഒരു മലക്ക് താഴോട്ടിറങ്ങി വരുന്നു. ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഹാദാ മലക്കുൻ നസല ഇലൽ അർളി, ഈ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കാണ്. ലം യൻസിൽ ഖത്ത് ഇല്ലൽ യൗം, ഈ ഒരു ദിവസമല്ലാതെ ഇതിനു മുമ്പ് ഒരു ദിവസം പോലും ആ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. വസല്ലമ, മലക്ക് വന്ന് സലാം പറഞ്ഞു. ഖാല, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ, തങ്ങൾ സന്തോഷിക്കുക, ബിനൂറൈനി, ഇരട്ട പ്രകാശം കൊണ്ട്, ഊതീതഹുമ, ആ രണ്ട് പ്രകാശവും തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലം യൂതഹുമാ നബിയുൻ ഖബലക, തങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനും ആ പ്രകാശം നൽകപ്പെട്ടിട്ടില്ല. എന്താണ് ആ പ്രകാശം? ഒന്ന്, ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹയാണ് ആ ഒരു പ്രകാശം. രണ്ടാമത്തത് ഖവാതീമു സൂറത്തുൽ ബഖറ, ബഖറ സൂറയിലെ അവസാനത്തെ ഭാഗം, തുടങ്ങുന്ന സൂറത്തുൽ ബഖറ തന്നെ ഒരുപാട് ദൈർഘ്യമേറിയ സൂറത്താണ്. അതിന്റെ അവസാന ഭാഗത്താണ് ഫാത്തിഹ സൂറത്തും. അതുപോലെ തന്നെ ആമന റസൂലു, ഈ രണ്ടെണ്ണം, ലം തഖറ ബിഹർഫി മിൻഹുമ, ഈ രണ്ട് പ്രകാശത്തിൽ നിന്ന്, അഥവാ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ തന്നെ ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകൾ, ഇത് രണ്ടും ഒരാൾ പാരായണം ചെയ്യുന്നതല്ല. ഇല്ല ഊതീതഹു, അത് അയാൾക്ക് നൽകപ്പെട്ടിട്ടല്ലാതെ. അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ കുറെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ബഖറ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്തുകൾ, ആമന റസൂലു തുടങ്ങുന്ന ഈ 2 ആയത്തുകളിലും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കപ്പെടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുപോലെ ഫാത്തിഹ സൂറത്തും
ഈ ആമന റസൂലു ഇതൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്കും അള്ളാഹു ഉത്തരം നൽകുന്നു. നാം പതിവാക്കി ഓതാറുള്ള ഹദ്ദാദ് റാത്തീബില് ധാരാളം ഫാത്തിഹകളും അതുപോലെ തന്നെ ഈ 2 ആയത്തുകളും നമ്മൾ പതിവായി ഓതാറുള്ളതാണ്. ഇതെല്ലാം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അതിനെ കൊണ്ടു നടക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹത്വങ്ങളൊക്കെ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിനെ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. അള്ളാഹുവിൻ്റെ കൃപയും കരുണയും അള്ളാഹു നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളും ഇത്തരം സൂറത്തുകളിലൂടെ അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളും അള്ളാഹുവിലേക്ക് അടുക്കാനും അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി മാറാനുമുള്ള അവസരങ്ങളാണ്. അള്ളാഹു നമ്മെല്ലാം അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾ പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.